ചക്ക വരട്ടിയതാണ് ഉണ്ടാക്കുന്നത്. അതിനുവേണ്ടി നല്ല വരിക്ക ചക്കപ്പഴം വേണം നമ്മൾ എടുക്കാൻ. നല്ലതുപോലെ പഴുത്ത ചക്കപ്പഴം വേണം. ഇത് കുരു കളഞ്ഞിട്ട് നമ്മൾ നല്ലതുപോലെ ഒന്ന് വട്ടത്തിൽ അരിഞ്ഞെടുക്കണം. എന്നിട്ട് നമുക്കിതൊന്ന് കുക്കറിലൊന്ന് വേവിപ്പിക്കണം. ഞാൻ ഇതുപോലെ ഒന്ന് കുരുവൊക്കെ കളഞ്ഞ് വട്ടത്തിൽ അരിഞ്ഞ് വെച്ചിരിക്കുന്നതാണ്. തീരെ പൊടിയായിട്ട് അരിഞ്ഞില്ലെങ്കിലും കുഴപ്പമില്ല. നമ്മൾ വരിക്കച്ചക്ക ആയതുകൊണ്ടാണ് നമ്മൾ ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് കുക്കറിൽ ഒരു 3-4 വിസിൽ വരുന്നവരെ നമ്മൾ വേവിപ്പിച്ചെടുക്കണം. എന്നാലേ നമുക്ക് ചക്ക വരട്ടുമ്പോൾ നല്ലതുപോലെ അലിഞ്ഞ് കിട്ടുള്ളൂ. ഇനി ഞാൻ ശർക്കര, നമുക്ക് ഇത് നല്ല മധുരമുള്ള ചക്കപ്പഴമാണ്, അതുകൊണ്ട് ഞാൻ ഇതുപോലെ ഒരു ഉണ്ട ചക്കരയാണ് എടുത്തിരിക്കുന്നത്. ഇത് ഞാൻ ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ച് അലിപ്പിച്ച് വെച്ചിരിക്കുന്നതാണ്. എന്നാലും നമുക്കിതിൻ്റെ കൂടെ കുക്കറിൽ വേവിച്ച് കഴിഞ്ഞ് ഇത് രണ്ടും കൂടി മിക്സാക്കി നമ്മൾ നല്ല ചൂട് കട്ടിയുള്ള ഒരു പാനിനകത്ത് വേണം ഉണ്ടാക്കാൻ. പിന്നെ ഞാനൊരു 100 ഗ്രാം നെയ്യ് എടുത്തിട്ടുണ്ട്. നമുക്ക് ആവശ്യമനുസരിച്ച് കുറേശ്ശെ ഇത് ഒഴിച്ച് കൊടുക്കണം. നല്ല വരണ്ട് വരുന്നത് വരെ നമുക്ക് ഇളക്കേണ്ടതാണ്. അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഓരോരോ സ്പൂണും നെയ്യ് ഒഴിച്ച് നമുക്ക് ഇത് വരട്ടിയെടുക്കണം. ആദ്യം നമുക്ക് ഈ ചക്കപ്പഴം ഒന്ന് അരിഞ്ഞത് കുക്കറിൽ ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചൊന്ന് വേവിപ്പിച്ചെടുക്കാം. നമ്മളിപ്പോൾ ചക്കപ്പഴം അരിഞ്ഞത് കുക്കറിനകത്ത് ഇട്ടിട്ടുണ്ട്. നമുക്ക് ഒരു ഗ്ലാസ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം. നല്ലപോലെ വെന്തൊന്ന് കുഴഞ്ഞു കഴിയുമ്പം വേണം നമുക്ക് എടുക്കാൻ. നമുക്ക് ഗ്യാസ് ഓണാക്കി ഒരു 3 വിസിൽ വരെ വെക്കാം. നമ്മൾ കുക്കറിൽ ഇത് കണ്ടോ വിസിലടിച്ച് നല്ലതുപോലെ ചക്കപ്പഴം വെന്തിരിക്കുക. നല്ല വെന്ത് അലിഞ്ഞിട്ടുണ്ട്. നമ്മൾ ഈ ചക്കപ്പഴമൊക്കെ നല്ല മധുരം ഉള്ളതായതുകൊണ്ട് കുക്കറിൽ വെക്കുമ്പോൾ നല്ലപോലെ ഒന്ന് സ്ലോയിൽ വെക്കണം. പിന്നെ ഒരു 2 വിസിലടിച്ച് കഴിഞ്ഞൊന്ന് തുറന്ന് നോക്കിയാൽ അറിയാം ചില ചക്കപ്പഴത്തിന് നല്ല വേവ് കാണും. വേവില്ലാത്തതാണെങ്കിൽ ഇതിപ്പം നല്ലതുപോലെ ഞാൻ ഒരു 3 വിസിലടിച്ചപ്പോൾ നിർത്തിയതാണ്. നല്ല അലിഞ്ഞിരിക്കുമായത്. ഞാൻ ഇനി ഒരു ചൂട് കട്ടിയുള്ള ഒരു പാനിനകത്തോട്ട് ഈ ചക്കപ്പഴം ഇട്ടിട്ട് നമുക്ക് ഈ ശർക്കര ഉരുക്കിയതും കൂടെ കൂട്ടി ഒന്ന് ഇളക്കി മിക്സ് ചെയ്യാം. ഞാൻ ഈ ചക്കപ്പഴം ഇപ്പം ഒരു നോൺ സ്റ്റിക്ക് വലിയൊരു പാനിനകത്താണ് എടുക്കുന്നത്. നമ്മൾ ഇത് ഇളക്കുമ്പം കുറച്ചൊക്കെ നമ്മുടെ മേത്തോട്ടൊക്കെ തെറിക്കും. അതുകൊണ്ട് നമ്മളൊരു വലിയ പാൻ എടുക്കണം. ഇപ്പോൾ ഉരുളിയൊക്കെ ഉള്ളവരാണെങ്കിൽ ഉരുളിയിൽ ഉണ്ടാക്കുവാണെങ്കിൽ നല്ലതാണ്. ഇതിൻ്റെ കൂടെ നമ്മളിപ്പോൾ ഈ ശർക്കര ഉരുക്കി വെച്ചിരിക്കുന്ന ശർക്കരയും കൂടെ ഒന്ന് അരിച്ചൊഴിക്കാം. ശർക്കര എപ്പോഴും നമ്മൾ അരിച്ചൊഴിക്കണം, വല്ല കല്ലുണ്ടെങ്കിൽ നോക്കാൻ വേണ്ടി. പഞ്ചസാരയും ശർക്കരയൊക്കെ ഒഴിക്കുമ്പോൾ നമ്മൾ ആദ്യം ഒന്ന് കുറച്ച് ഒഴിക്കുവാണെങ്കിൽ പിന്നെ നമ്മൾ മധുരം നോക്കിയിട്ട് പിന്നെ ബാക്കി ചേർക്കാവുള്ളൂ. ഇതിപ്പോൾ നല്ല മധുരമുള്ള ചക്കപ്പഴം വരുന്നതുകൊണ്ട് ഞാൻ 1 ഉണ്ട ശർക്കരയാണ് എടുത്തിരിക്കുന്നത്. ഇത് നമ്മൾ ഇനി നല്ലതുപോലെ ഒന്ന് ആദ്യമൊക്കെ നമ്മൾ കണ്ടിന്യൂസ് ഇളക്കി ഇല്ലെങ്കിലും കുഴപ്പമില്ല, കൈ അടക്കി ഒന്ന് എടുക്കാം. കുറുകാൻ തുടങ്ങുമ്പം പിന്നെ നമ്മൾ ഇളക്കിക്കൊണ്ടേ ഇരിക്കണം. ഉരുളിയൊക്കെ ഉള്ളവരാണെങ്കിൽ ഉരുളിയിൽ ഉണ്ടാക്കുവാണെങ്കിൽ പെട്ടെന്ന് നമുക്ക് നല്ലതുപോലെ ഒന്ന് ഇളക്കി പറ്റിച്ചെടുക്കാൻ പറ്റും. ഇതൊരു അരമണിക്കൂറെങ്കിലും എടുക്കും നല്ലതുപോലെ വരണ്ട് വരാൻ. നമുക്കിത് ഇളക്കി പറ്റിച്ചെടുക്കാം. നമ്മൾ ഈ ചക്ക ഇളക്കുമ്പോൾ നല്ലതുപോലെ ഒന്ന് ശ്രദ്ധിക്കണം, മുഖത്തോട്ട് ഇങ്ങനെ തെറിക്കാതെ. നമ്മൾ ഇച്ചിരി കൈ നീളമുള്ള ഒരു തവി വെച്ച് ഇളക്കുവാണെങ്കിൽ നമുക്ക് ഇച്ചിരി മാറി നിന്ന് ഇളക്കാൻ പറ്റും. അല്ലെങ്കിൽ ഇത് വെള്ളം പറ്റി വരുമ്പോഴത്തേനും ഇങ്ങനെ ഇതുപോലെ തെറിച്ചുകൊണ്ടിരിക്കും. നമ്മൾ നല്ലപോലെ ഒന്ന് ശ്രദ്ധിക്കണം. ചക്കപ്പഴം ഒരുവിധം കുറുകി വരുന്നുണ്ട്. മുഖത്തോട്ട് തെറിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇതുപോലെ ഒന്ന് ലിഡ് ഒന്ന് ചെരിച്ച് വെച്ചിരിക്കുന്നത്. ഫുള്ള് ചായച്ച് വെക്കല്ല, മുഴുവനും അടച്ചു വെച്ച് കഴിഞ്ഞാൽ ആവി വെള്ളം വീഴും. ഞാനിങ്ങനെ ഒന്ന് ചെറുതായിട്ട് ഇളക്കാൻ വേണ്ടി ഇങ്ങനെ പിടിച്ചിട്ടൊന്ന് ഇളക്കുന്നത്. ഇപ്പോൾ ഇച്ചിരി ഒരു സ്പൂൺ നെയ്യ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. 1 സ്പൂൺ ഒഴിക്കുന്നത് ഞാനിപ്പോൾ കാണിക്കുന്നതേ ഉള്ളൂ. പിന്നെ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഇത് കുറുകി വരുന്നതിനനുസരിച്ച് നെയ്യ് ഒഴിച്ചു കൊടുത്തുകൊണ്ടിരിക്കണം. ഇച്ചിരി നല്ല കൈ നീളമുള്ള തവി വെച്ച് തന്നെ ഇളക്കാവുള്ളൂ, ഇല്ലെങ്കിൽ മുഖത്തൊന്ന് ഒക്കെ തെറിക്കും. ഗ്യാസിലൊക്കെ തെറിച്ച് നമ്മളിത് കഴിയുമ്പം തന്നെ നല്ലൊരു പണിയായിരിക്കും നമുക്ക്. ഇനി ഇതുപോലെ ഇളക്കി നമുക്ക് നെയ്യ് ഒഴിച്ച് കുറുക്കിയെടുക്കാം. എൻ്റെ ചക്ക നല്ലതുപോലെ കുറുകി വരുന്നുണ്ട്. ഈ പാകമായാൽ പോരാ, നമുക്ക് നല്ലതുപോലെ പറ്റിച്ചെടുത്ത് നല്ല വരട്ടി വെച്ചാൽ കേടുകൂടാതെ ഇരിക്കുള്ളൂ. ഇപ്പോൾ ഈ പരുവായുള്ളൂ. നമുക്കൊരു ഇത്തിരി നെയ്യും കൂടി ഒഴിച്ച് കൊടുത്തിട്ട് നല്ലതുപോലെ കുറുകി വരുന്നത് പോലെ ഇളക്കണം. വെള്ളമയം ഉണ്ടെങ്കിൽ നമ്മളിത് സൂക്ഷിച്ച് വെക്കാൻ പറ്റത്തില്ല. നല്ലപോലെ പറ്റിച്ച് വെക്കുവാണെങ്കിൽ നമുക്ക് കുറേ നാൾ കേടുകൂടാതെ ഇരിക്കും. ഫ്രിഡ്ജിൽ വെച്ചില്ലെങ്കിലും ഇത്തിരി നെയ്യും കൂടി ഒഴിച്ച് കൊടുക്കാം. വാങ്ങുന്ന സമയത്ത് നമുക്ക് ഇച്ചിരി ഏലക്ക പൊടിച്ചതോ ചുക്ക് പൊടിച്ചതോ എന്നതാ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ അത് നമുക്ക് ചേർത്തിട്ട് വേണം വാങ്ങാൻ. ഇത്തിരി കൂടുന്ന വരെ വെക്കാം. എൻ്റെ ചക്കപ്പഴം നല്ലതുപോലെ വരണ്ട് നല്ലപോലെ നെയ്യൊക്കെ തെളിഞ്ഞ്
കാണാൻ നിങ്ങൾക്ക് ഇങ്ങനെ ഉരുണ്ട് കിട്ടുന്ന പാകം കണ്ടോ, ഇത് മതി. ഇപ്പം നല്ലതുപോലെ വെള്ളമൊക്കെ പറ്റി. ഈ സമയത്ത് നമുക്കൊരു 5-6 ഏലക്ക പൊടിച്ചതും കൂടി ഇട്ട് കൊടുക്കാം. നല്ലപോലെ ഇളക്കി മിക്സ് ചെയ്ത് നമുക്കിപ്പോൾ ഇനി ഗ്യാസ് ഓഫാക്കാം. ഇനി വെക്കേണ്ട ആവശ്യമില്ല. നമുക്ക് നല്ലൊരു എയർ ടൈറ്റായിട്ടൊരു പാത്രത്തിൽ ഇത് നല്ലപോലെ തണുത്ത് കഴിഞ്ഞ് നമ്മൾ ഇട്ട് വെച്ചാൽ മതി. നമുക്ക് കുറേ നാളത്തേന് ഇത് ഉപയോഗിക്കാം. ഇപ്പോൾ ചക്കപ്പഴമൊക്കെ നല്ലപോലെ ഉള്ള സീസണല്ലേ, അപ്പം നമ്മൾ കുറച്ച് ചക്കയൊക്കെ വരട്ടി വെച്ചാൽ നമുക്ക് ഇല്ലാത്തപ്പോൾ എടുക്കാം. അധികം ഇൻഗ്രീഡിയൻസ് ഒന്നുമില്ല. ചക്കപ്പഴവും ശർക്കരയും നെയ്യും ഉണ്ടെങ്കിൽ നമുക്ക് ഉണ്ടാക്കാം. നല്ല ഒരു ടേസ്റ്റി ഒരു സ്വീറ്റ് ഡിഷാണ് ഇത്. അറിയാൻ മേലാത്ത എല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കണം. നമ്മുടെ ചക്കപ്പഴം വരട്ടിയത് നല്ല റെഡി ആയിട്ടുണ്ട്. 3 ഇൻഗ്രീഡിയൻറ്റ് മാത്രമല്ലേ നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളൂ. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം. നല്ല ടേസ്റ്റിയാണ്. വേറൊരു റെസിപ്പി ആയിട്ട് ഞാൻ പിന്നെ വരാം.